വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 23, 24 തീയതികളിൽ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്ക് സമരം നടത്തും. ഇതിനു മുന്നോടിയായി കാഞ്ഞങ്ങാട്ടും കാസർകോട്ടും ജീവനക്കാർ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ബാങ്കുകളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കുക, ബാങ്ക് ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുക, ബാങ്കുകളിലെ വർക്ക്മെൻ ഡയറക്ടർ തസ്തിക ഉടൻ നികത്തുക, പുറം കരാർവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിൽ മാർച്ച് 24, 25 തീയതികളിൽ ദേശീയ വ്യാപകമായി പണിമുടക്ക് സമരം നടത്തുന്നത്. ഇതറിയിച്ചും അണിചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് ജീവനക്കാർ കാസർകോട്ടും കാഞ്ഞങ്ങാട്ടും സായാഹ്ന ധർണ നടത്തിയത്. കാഞ്ഞങ്ങാട് SBI റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ UFBU ജില്ലാ കൺവീനർ EP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സെറ്റിൽമെന്റിന്റെ സമയത്ത് 10 ലക്ഷത്തിന് മുകളിൽ 11 ലക്ഷത്തിന്റെ അടുത്ത് ജീവനക്കാരുണ്ടായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ സെറ്റിൽമെന്റ് ആവുമ്പോൾ അത് 8 ലക്ഷത്തിലും താഴെ വന്നിട്ടുണ്ട്. 2 ലക്ഷം ജീവനക്കാരുടെ കുറവ് ഇന്ത്യയിലെ ബാങ്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനും പരിഹരിക്കാൻ ആവശ്യമായ നിയമനം നടത്താൻ ബാങ്കിങ് മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ബാങ്കുകളുടെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം മാറി കഴിഞ്ഞിരിക്കുന്നു. താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് ചെറിയ പണം കൊടുത്ത് ബാങ്കിലെ ജോലികൾ ചെയ്തു തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്കറിയാം, താൽക്കാലിക ജീവനക്കാർക്ക് പല ബാങ്കുകളിൽ പല രീതിയിലാണ് വേതനം കൊടുക്കുന്നത്. AIBOC ജില്ലാ സെക്രട്ടറി TG ശ്രീജിത്ത് അധ്യക്ഷനായി. NCBE ജില്ലാ സെക്രട്ടറി BP ശ്രീജിത്ത്, AKBF ജില്ലാ കമ്മിറ്റി അംഗം P സന്തോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.